നമസ്കാരം. നമ്മളപ്പോൾ ഇന്നൊരു ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങൾ കണ്ടിട്ടും നമ്മൾ പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു കൊള്ളരുതായ്മ ആകും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ടിനു ജോർജ് കൊട്ടാരക്കര. അപ്പോൾ ഈ കൊട്ടാരക്കരയിലുള്ള സ്വന്തമായിട്ട് അപ്പോസ്തോലനാണ് എന്ന് പറഞ്ഞ് പരത്തി നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു 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 വ്യക്തിയാണ് ടിനു ജോർജ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന് രാത്രിയിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ ഇതിപ്പം സ്വാഭാവികമായിട്ട് നമ്മളോടൊക്കെ ദൈവം ഇടപെടും ഓരോ രീതിയിൽ. ഞാനൊരു മതത്തെ അല്ലെങ്കിൽ അതിനെ അടിച്ച് ആക്ഷേപിക്കുകയല്ല. നമ്മളോട് ദൈവം ഇടപെടും. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ദൈവം നമുക്ക് തരുന്ന ഓരോ ഇതനുസരിച്ചാണ്. കാരണം നമ്മൾ പറയും എല്ലാം നമ്മളുടെ കഴിവ് കൊണ്ടാണ്, പക്ഷേ നമ്മളുടെ കഴിവ് കൊണ്ടല്ല, ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ദൈവം എന്നോട് സംസാരിച്ചു, രാത്രിയിൽ ഞാൻ സംസാരിച്ചു, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പുള്ളി കേട്ടോ. അപ്പം പുള്ളി ദൈവം സംസാരിച്ചത് അദ്ദേഹം ഫോണിൽ കൂടി ഇങ്ങനെ പറയുകയാണ്, ഈ മൈക്കൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് പിടിപ്പിച്ചിട്ട് പുള്ളി പറയുകയാണ്, നിൻ്റെ സഭയിലേക്ക്, അതായത് ആരെങ്കിലും ആ സഭാ വിശ്വാസികളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ അത് ഇത്രേ ഉള്ളൂ, നിന്നോട് നിൻ്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടു മാറുകയില്ല. അപ്പോൾ അതാണ് ദൈവം സംസാരിച്ചതായിട്ട് പുള്ളി റെക്കോർഡ് ചെയ്തേക്കുന്നത്. ദൈവം തമ്പുരാൻ നേരിട്ട് രാത്രിയിൽ വരുന്നു, സംസാരിക്കുന്നു, അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പുള്ളി കാണിക്കുന്നതിന് മുമ്പേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ റെക്കോർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളാരും കൈയടിക്കത്തില്ല. അപ്പം ഇതിന് മുമ്പ് ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് കൈയടിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാ, പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഈ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ ചെവിക്കല്ല് നോക്കി പുള്ളി അടിക്കത്തേ ഉള്ളൂ മനുഷ്യർ. സ്വാഭാവികമായിട്ട് അത് ആൾക്കാർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വെറുതെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അദ്ദേഹം ഈ ഒരു പ്രത്യേകിച്ചൊരു മതസമൂഹത്തെ ആക്ഷേപിക്കാനുമായിട്ട് പുള്ളി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ ടിനു ജോർജ്. അദ്ദേഹം മാത്രമല്ല, ഇതേപോലെ ചില വീണ്ടും സജിത്ത്, അങ്ങനെയുള്ള ചില വീണ്ടും ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം ഇത്. ചുരുക്കം പറഞ്ഞാൽ ദൈവം സംസാരിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു. അതിനെതിരെ ഒരു ദൈവദാസൻ അതിനെതിരെ പ്രതികരിച്ചു. ആ പ്രതികരണം വന്ന് മണിക്കൂറുകൾക്കകം ഈ ടിനു ജോർജിൻ്റെ ഗുണ്ട, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്, ഇദ്ദേഹത്തിൻ്റെ ചർച്ചിലാണ് എന്ന് പറയുന്ന, ഇദ്ദേഹത്തിൻ്റെ ചർച്ചല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇതിനെതിരെ പ്രതികരിച്ച ദൈവദാസനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇത് നിർത്തിക്കൊള്ളുക, ഇത് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങളെ അടിക്കും, തല്ല, അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ റെഡിയായി. നമുക്ക് ഒരു വാക്കേ പറയാനുള്ളൂ. അതെ, ടിനുവിൻ്റെ ശില്പന്തിക്കാരായിട്ടുള്ള ആൾക്കാരും ഇത് കൃത്യമായിട്ട് കേൾക്കണം. ഈ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇങ്ങോട്ടിറങ്ങി തിരിച്ചാൽ ടിനുവിന് വേണ്ടി നീയല്ല തല്ലുന്നത്, അല്ലെങ്കിൽ നീയല്ല മറ്റാരെ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? കാരണം ഒരു മതത്തെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ടിനു പറയുമ്പോൾ അതിനെതിരെ പാസ്റ്റർ ടിനുവിനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിർത്തിക്കൂടെ, നിങ്ങൾ അനുഭവിക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടിറങ്ങരുത് സഹോദര. അത് നിങ്ങളുടെയൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ദൈവം ഒരിക്കലും, കാരണം ഞാൻ മുമ്പേ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ സമൂഹത്തിൽ ഓരോരോ കള്ളത്തരങ്ങൾ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ്. ഒന്നും അറിയത്തില്ല, പക്ഷേ എല്ലാം അറിയാം എന്നും പറഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരാണ് പാസ്റ്റർ ടിനു ജോർജും അതിൻ്റെ ശില്പന്തിക്കാരായിട്ട് കൂടെ നടക്കുന്ന കുറേ ആൾക്കാരും. അംഗവൈകല്യം വരുന്നവരെ എണ്ണീപ്പിച്ച് വിടുന്നു. അതുപോലെ തന്നെ നടുവിന് വേദന വരുന്നവനെ എണ്ണിപ്പിച്ച് വിടുന്നു.
ഇതുപോലെ വേറൊരു ദേവദാസൻ പറഞ്ഞതാണ്, അത് ഒരു സ്ത്രീയുടെ ഒരു കൺവെൻഷൻ സ്റ്റേജിലാണ് പോലും അദ്ദേഹം ഒരു സ്ത്രീയുടെ ഈ ഭാഗത്ത് ഒരു മുഴയുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുഴ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. പുള്ളിക്കാരിയെ ഇങ്ങോട്ട് വിളിക്കുന്നു, പെണ്ണുമ്പിള്ളയുടെ മുഴ പ്രാർത്ഥിക്കുന്നു, ഇവിടെ മുഴയില്ലേ, നിങ്ങൾ ബാത്റൂമിൽ പോയി നോക്കിയിട്ട് തിരിച്ചു വാ. പ്രാർത്ഥിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോയി ബാത്റൂമിൽ പോയി നോക്കാൻ പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ള തിരിച്ചു വന്നിട്ട് പറയുന്നു, മുഴയെല്ലാം പോയി. ഇദ്ദേഹത്തെ ഇതുപോലുള്ള കുറേ ആൾക്കാരെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് രോഗസൗഖ്യം കിട്ടുന്നു എന്നും പറഞ്ഞ് ഈ ടിനു ജോർജും അതുപോലുള്ള കുറേ ശില്പന്തിക്കാരായ കുറേ പാസ്റ്റർമാരും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൈയടിക്കാനും അവർക്ക് വേണ്ടി ഹല്ലേലൂയ പാടാനും ഇരിക്കുന്ന കുറേ ജനങ്ങളുണ്ട്. നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, പക്ഷേ ഇത് വെറും മണ്ടത്തരമാണ്. ഇതിനു വേണ്ടി ചോരയും നീരും ഒഴുക്കിയ കുറേ ദേവദാസന്മാരുണ്ട്. അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് ഈ ടിനുവും അതുപോലുള്ള കൂട്ടരും കാണിക്കുന്ന ഈ സത്യം പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കാഴി എന്ന് നമുക്ക് ഓപ്പണായിട്ട് പറയാം. അദ്ദേഹം ഒരു ദേവദാസനായത് മൂലം ആ ദേവദാസനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി. നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയെ ഒന്നും നിങ്ങളാരും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിത് ഈ അവിക്കാതെ ഇങ്ങനെ കാണിക്കാമെങ്കിൽ നമുക്കതിനെതിരെ പ്രതികരിക്കുന്നതിനാണോ കുറ്റം? അതാദ്യം നിങ്ങൾ ഓർക്കുക. പറയുന്നത് നടുവിന് വേദന, ഇദ്ദേഹത്തിൻ്റെ തല മുടി ബിഗ് വെച്ചേക്കുക, എന്നാൽ പിന്നെ ഇദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് ആ മുടി കിളിപ്പിച്ചുകൂടെ? ഇദ്ദേഹത്തിൻ്റെ കണ്ണാടി അദ്ദേഹം വെച്ചിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണല്ലോ കണ്ണാടി വെക്കുന്നത്, എന്നാൽ പിന്നെ ഇദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് കാഴ്ച അങ്ങ് വന്നുകൂടെ? ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് പോലും പറ്റാത്ത ഒരാൾ പണ്ട് മറ്റുള്ളവർ പറഞ്ഞാൽ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റവനിലെ കറണ്ട് എടുക്കാമെന്ന് പറയുന്നവരെ, ആദ്യം നീ നിൻ്റെ കാര്യം നോക്കുക. ആദ്യം നിൻ്റെ കാര്യം നോക്കിയിട്ട് നീ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. ദൈവം, അതായത് യേശു എന്ന് പറയുന്ന ഒരു യേശു ക്രിസ്തു ഈ കൊട്ടഞ്ചുക്കാതി വിൽക്കുന്ന ലാടവൈദ്യനല്ല. പറഞ്ഞ് മനസ്സിലായോ? നിൻ്റെ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ആമവാദം, പക്ഷവാതം, സന്ധിവേദന, നടുവേദന, ഇതൊന്നും ഈ കുഴമ്പ് വിൽക്കുന്ന ലാടവൈദ്യനല്ല ദൈവം. യേശു ക്രിസ്തു ഒരു മനുഷ്യനോട്, ഒരു വ്യക്തിയോട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യവും കൊടുക്കും. അത് മനുഷ്യനറിയാം, അനുഭവിച്ചറിയുന്നവരാണത്. അല്ലാതെ നിന്നെപ്പോലെ കാശ് കൊടുത്ത് ചില ആൾക്കാരെ പിടിച്ച് കൺവെൻഷൻ്റെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇന്നതുപോലെ പറയണം, എന്നിട്ട് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് നീ ഈ റീച്ച് നേടാൻ വേണ്ടി നീ വെറുതെ നീ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നീ അടി മേടിച്ച് കെട്ടരുത്. എൻ്റെ പൊന്നു ടിനുവിനെ പോലെ മറ്റ് ഇങ്ങനെ ഊടാടി നടക്കുന്ന പിശാച് സന്തതികളോടാണ് നമ്മൾ പറയുന്നത്. കാരണം ഇതിനെതിരെ പ്രതികരിച്ച ഒരു ദേവദാസനെ തൻ്റെ ശില്പന്തിക്കാർ, അതായത് ടിനു ജോർജിൻ്റെ ഗുണ്ടകൾ അദ്ദേഹത്തിനുണ്ടല്ലോ, ചില ശില്പന്തിക്കാർ ഗുണ്ടകളുണ്ടല്ലോ, ഈ ഗുണ്ടകൾ ഈ ദേവദാസനെ വളരെ നല്ല രീതിയിലാണ് ഇത് ഭീഷണിപ്പെടുത്തിയേക്കുന്നത്. കാരണം ആ വീഡിയോയും ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ഞാനിതുപോലെ കണ്ടു. ഞാൻ ഓർക്കുകയായിരുന്നു, യഥാർത്ഥമായിട്ടുള്ളൊരു ദേവദാസൻ ചെയ്യുന്ന ഒരു പരിപാടിയുമല്ലിത്. കാരണം യഥാർത്ഥമായിട്ട് ആ ഒരു ദേവദാസനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളൊരു വ്യക്തി, അതായത് ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുമ്പോൾ അയാൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു ദേവദാസനാണെങ്കിൽ പോലും അയാളെ വിളിച്ചിട്ട് അദ്ദേഹം പറയണം, നിങ്ങളങ്ങനെ പറയണ്ട, പ്രതികാരം ദൈവത്തിനുള്ളതാണ്, ദൈവം അതിന് ഇത് കൊടുത്തോളും എന്ന് അദ്ദേഹം പറയേണ്ടതിന് പകരം അദ്ദേഹം ഈ ഗുണ്ടകളെ വിട്ട് പാവം പിടിച്ച ദേവദാസന്മാരെ ഇതിനെതിരെ പ്രതികരിക്കുന്നതും സത്യസന്ധമായിട്ട് നീതിയോടും നിൽക്കുന്ന ഓരോ ദേവദാസന്മാരെ, അതായത് ഈ വെറുതെ ഗുണ്ടായിസം കാണിക്കാതെ നിൻ്റെയൊക്കെ ഈ അഹങ്കാരം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. കാരണം ഇതിനെ നമുക്ക് ഇവൻ സ്വന്തമായിട്ട് തന്നെ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇന്നത് മാറും. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല മാറുന്നത്. ലോകത്തിൽ ഒരു ദേവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല ഓരോ കാര്യങ്ങൾ. ഓരോരുത്തർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്, ഓരോരുത്തർക്ക് അതിൻ്റെ തക്കതായ സൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവത്തിൽ കൂടെയാണ്. ആ പാസ്റ്റർമാർ ഒരു നിമിത്തം ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടിനു അങ്ങനെയല്ല. ടിനു പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ എന്നും പറഞ്ഞ് റീച്ച് കിട്ടാനായിട്ട് കാണുന്ന തന്തയ്ക്ക് പുറക്കാഴിയ മോനെ നീ ചെയ്താൽ നിനക്ക് ഇതിൻ്റെ പകരം ദൈവം തരും. ദൈവം തരുന്നത് മാത്രമല്ല, ഇത് ഓവറായി കഴിയുമ്പോഴത്തേനും നാട്ടുകാരും പ്രതികരിക്കും. നമ്മളെല്ലാവരും പ്രതികരിക്കേണ്ടത് അത്യാവശ്യം. ഇങ്ങനെ ഒരു സമൂഹത്തെ, ഒരു മതഗ്രന്ഥത്തെ, ഒരു മതസമൂഹത്തെയോ ഇങ്ങനെ ഈ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരവകാശവും ഇല്ല. അതായത് ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, മുസ്ലിം സമുദായമായിക്കോട്ടെ, നമുക്ക് ഒരു മതത്തെയും നമുക്ക് അപകീർത്തിപ്പെടുത്താനായിട്ട് അവകാശമില്ല.
അങ്ങനെ അപകീർത്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിട്ട് നീ മേടിക്കും. കാരണം അതിന് യാതൊരു ഡൗട്ടുമില്ല. കാരണം അതിനുള്ള ഓരോ ചലനങ്ങളാണ് നീയും നിൻ്റെ കൂട്ടാളികളും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും പറയണമെന്ന് അറിയുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. തൽക്കാലം നമുക്കിപ്പോൾ ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.